നമ്മൾ ഐഡിയ അൽഗോരിതം ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ്റർനാഷണൽ ഡേറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിരുന്നു. സ്ട്രക്ചറിൽ നമ്മൾ റൗണ്ട്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് സിഫറായിട്ടാണ് നമ്മളിതിനെ വർക്ക് ചെയ്യുന്നത്. അതായത് 64 ബിറ്റിൻ്റെ ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റാണ് നമ്മൾ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 64 ബിറ്റിൻ്റെ സിഫർ ടെക്സ്റ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ 128 ബിറ്റിൻ്റെ കീ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഇനിഷ്യൽ കീ. ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് റൗണ്ട്സ് ആയിട്ടാണ്. 1 മുതൽ 17 വരെ റൗണ്ട്സ് ഉണ്ട്. ഈ റൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തു. ഒന്ന് ഓഡ് റൗണ്ടും ഒന്ന് ഈവൻ റൗണ്ടും. ഓഡ് റൗണ്ട് ആണെങ്കിൽ നമ്മളവിടെ 4 സബ് കീസ് വീതമാണ് യൂസ് ചെയ്തത്. ഈവൻ റൗണ്ട് ആണെങ്കിൽ അതിൽ 2 സബ് കീസ് വീതമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഒറിജിനൽ കീ എന്ന് പറയുന്നത് 128 ബിറ്റ് കീ ആണ്. ഇനി അതിൽ നിന്ന് നമ്മൾ സബ് കീസിനെ ജനറേറ്റ് ചെയ്യാണ്. സബ് കീസ് ജനറേറ്റ് ചെയ്യുന്നത് K1, K2, K3, K4 ഓരോന്നും 16 ബിറ്റ് വീതമുള്ളതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു 16ഉം നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ ഒരു 16ഉം അങ്ങനെ എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രോസസ്സിങ് നടത്തുക. ഇനി സബ് കീസ് അതായത് K1 മുതൽ K52 വരെ നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ള പ്രോസസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡറും റിസീവറും ഷെയർ ചെയ്യുന്ന എന്തായിരിക്കും? നമ്മുടെ ഒറിജിനൽ കീ, ദാറ്റ് ഈസ് 128 ബിറ്റ് കീ ആയിരിക്കും അവർ ഷെയർ ചെയ്യുക. ഇനി ഈ 128 ബിറ്റിൽ നിന്ന് നമ്മൾ 52 സബ് കീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സബ് കീയും 16 ബിറ്റ് വീതമായിരിക്കും. അപ്പോൾ K1, K2 എക്സെട്ര അപ് ടു K52 വരെയാണ് നമ്മളുടെ സബ് കീസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫിഗറിൽ കാണാം. ഫസ്റ്റ് 4 ഓട് ഉപയോഗിച്ചു. നെക്സ്റ്റ് 2 അടുത്ത ഈവൻ റൗണ്ടിൽ. ഇനി അടുത്ത ഓർഡർ റൗണ്ട് ആകുമ്പോൾ 7, 8, 9, 10. അടുത്ത ഈവൻ റൗണ്ട് ആകുമ്പോൾ 11, 12. അപ്പോൾ ആ ഒരു ഓർഡറിൽ അങ്ങനെ പോകും. ഫസ്റ്റ് റൗണ്ടിലും ലാസ്റ്റ് റൗണ്ട് ഓർഡർ റൗണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് അവിടെ രണ്ടിടത്തും 4 സബ് കീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ സബ് കീ ജനറേഷൻ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഈസ് ഡൺ ഡിഫറെൻ്റ്ലി. അപ്പോൾ എൻക്രിപ്ഷന് വേണ്ടി നമ്മൾ ഒരു ഓർഡറിൽ ജനറേറ്റ് ചെയ്ത് പോകുന്നു. ഡീക്രിപ്ഷൻ ആകുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് നമ്മളതിൽ വരുത്തുന്നുണ്ട്. ഇനി 52 സബ് കീസ് നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക? നമ്മുടെ കയ്യിൽ ഒറിജിനലി ഉള്ളത് 128 ബിറ്റിൻ്റെ കീ ആണ്. ആ കീയിൽ നിന്ന് 52 സബ് കീസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 128 ബിറ്റ് കീ ആണ് എഴുതി വെച്ചേക്കുന്നത്. 1 മുതൽ 128 വരെ ബിറ്റ്സ് ഉണ്ട്. ഇനി ഇതിനെ ഫ്രം ലെഫ്റ്റ് നമ്മൾ ചോപ്പ് ഔട്ട് ചെയ്യുക. 16 ബിറ്റാണ് നമുക്ക് ഓരോ സബ് കീയും കിട്ടേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 16 ബിറ്റിനെ മാറ്റി നെക്സ്റ്റ് 16, അടുത്ത 16, നെക്സ്റ്റ് 16, അങ്ങനെ 16 വീതം നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? 8 എണ്ണം കിട്ടും. K1, K2, K3, K4, K5, K6, K7 ആൻഡ് K8. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് 8 സബ് കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 16 ബിറ്റ് K1 എന്ന് പറഞ്ഞ സബ് കീ ആയി, സെക്കൻഡ് 16 ബിറ്റ് K2 എന്ന് പറഞ്ഞതായി. അങ്ങനെ 128 വരെയുള്ള ബിറ്റ്സ് നമ്മൾ ഒറിജിനലി ഉള്ള കീയിലുള്ള അതേ ഓർഡർ തന്നെ എടുക്കുമ്പോൾ അതിൽ നിന്ന് 16 വീതം ചോപ്പ് ഔട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 8 16 ബിറ്റ് കീസ് കിട്ടി. അതായത് K1 മുതൽ K8 വരെ. അപ്പോൾ K1 to K8 ജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒറിജിനൽ കീ അങ്ങനെ തന്നെ എഴുതുക. അതിൽ നിന്ന് ഫസ്റ്റ് 16 ബിറ്റ് എടുക്കുക, നെക്സ്റ്റ് 16 അടുത്ത സബ് കീ ആയിട്ട് എടുക്കുക, അടുത്ത 16 അടുത്ത സബ് കീ ആയിട്ട് എടുക്കുക. ആ ഒരു ഓർഡറിൽ നമുക്ക് 8 സബ് കീസ് കിട്ടി. അപ്പോൾ നമുക്ക് 52 സബ് കീസ് വേണം. അപ്പോൾ ബാക്കി 8 കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ ഇനി വീണ്ടും ജനറേറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 1 മുതൽ 128 ബിറ്റ്സ് വരെ എടുത്തു. ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ബിറ്റ് ഡിഫറെൻ്റ് ആവും, എൻഡിങ് ബിറ്റും ഡിഫറെൻ്റ് ആവും. അപ്പോൾ പല കോമ്പിനേഷൻസിൽ പല ഓർഡറിൽ നമ്മൾ ബിറ്റ് സീക്വൻസ് ഈ ഒറിജിനൽ കീയുടെ തന്നെ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് ഓരോ പ്രാവശ്യം നമ്മൾ 16 ബിറ്റ്സ് വീതം ചോപ്പ് ഔട്ട് ചെയ്ത് നമ്മളുടെ സബ് കേസിനെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. 1 മുതൽ 128 വരെ നമ്മൾ അതേപടി കീപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് 16 വീതം ചോപ്പ് ഔട്ട് ചെയ്ത് 8 സബ് കേസ് നമുക്കിവിടെ കിട്ടി. നമുക്ക് ബാക്കിയുള്ള 52 മൈനസ് 8 നമുക്ക് ഇനി കണ്ടുപിടിക്കണം. ഇനി നെക്സ്റ്റ് ചോപ്പിംഗ് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിറ്റ് 25ലാണ്. അത് കഴിഞ്ഞ് അടുത്തുള്ളത് 15th ബിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും മുമ്പോട്ടേക്ക് പോവുക. ഫസ്റ്റ് കണ്ടോ, സെക്കൻഡ് സെറ്റ് ഓഫ് സബ് കീസ്. ഇപ്പോൾ നമ്മൾ K1 മുതൽ K8 വരെ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് 8 സബ് കീസ് ആയിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ജനറേറ്റ് ചെയ്യുക. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് നോക്കി? 25th ബിറ്റിൽ തുടങ്ങുക. അപ്പോൾ 25 മുതൽ 16 ബിറ്റ്, അടുത്ത 16, അടുത്ത 16 ഇങ്ങനെ പോവുക. എവിടെ വരെ പോകും? 24th ബിറ്റ് വരെ. എന്ന് വെച്ചാൽ സർക്കുലർ ഫാഷനിലാണ് നമ്മൾ പോകുന്നത്. 128 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 1, 2, 3 എക്സെട്ര അപ് ടു 24. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? ഇവിടെയും നമുക്ക് നേരത്തെ പോലെ തന്നെ ബിറ്റിൻ്റെ എണ്ണത്തിന് വേരിയേഷനൊന്നുമില്ല. ആകെ ഡിഫറൻസ് വന്നത് എന്താണ്? നമ്മൾ ബിറ്റ് അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു സീക്വൻസിന് മാത്രം വേരിയേഷൻ വന്നു. അതായത് 1 to 128 ആയിരുന്നു ബിറ്റ്സ് ഉണ്ടായിരുന്നത്. അതിന് പകരം നമ്മൾ സ്റ്റാർട്ടിംഗ് ബിറ്റായിട്ട് നമ്മൾ 25th ബിറ്റിനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് സർക്കുലർ ഫാഷനിൽ 24th ബിറ്റ് വരെ നമ്മൾ 128 ബിറ്റ് പാറ്റേൺ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ കാണിച്ചത് തന്നെയാണ് നമ്മൾ 128 ബിറ്റ് കീ. പക്ഷേ ഫസ്റ്റ് ബിറ്റ് അല്ല തുടക്കത്തിൽ എഴുതിയേക്കുന്നത്. 25th ബിറ്റ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ 128 കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷൻസിൽ 1 മുതൽ 24 വരെ കൂടി പ്ലേസ് ചെയ്തു. ഇനി ഈ 128 ബിറ്റ്സിന് 16 ബിറ്റ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഫസ്റ്റ് 16, സെക്കൻഡ് 16, തേർഡ് 16. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? നേരത്തെ പോലെ തന്നെ നമുക്ക് 8 സബ് കീസ് കൂടി കിട്ടും. അപ്പോൾ 1 to 8 വരെ സബ് കീസ് നമ്മൾ ഓൾറെഡി ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു, K8 വരെ. നെക്സ്റ്റ് K9 മുതൽ
K16 വരെയുള്ള സബ് കീസാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം ഈ 25 എന്ന് പറയുന്ന പൊസിഷനാണ് ഓർക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് സെറ്റ് ഓഫ് സബ് കീസ് കിട്ടണമെങ്കിൽ 25th പൊസിഷൻ മുതൽ വേണം നമ്മൾ കീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് ജനറേഷൻ ഓഫ് കീസ് ത്രൂ 9 to 60. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇത് 25 ആണെങ്കിൽ അതിനോട് ഒരു 25 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50th ബിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 50, 51, 52 മുതൽ ഫസ്റ്റ് 16 എടുക്കുമ്പോൾ K17 ആയി, അടുത്ത 66 മുതൽ അടുത്ത 16 എടുക്കുമ്പോൾ K18 ആയി. ആ ഒരു ഓർഡറിൽ പ്രൊസീഡ് ചെയ്ത് പോവുക. 128 കഴിഞ്ഞാൽ വീണ്ടും 1ൽ തുടങ്ങുക. അവിടെ നിന്ന് വീണ്ടും എവിടെ വരെ പോകണം? ഇവിടെ നമ്മൾ 50th ബിറ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 49th ബിറ്റിലായിരിക്കണം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ഓർക്കേണ്ടത് ഈ സ്റ്റാർട്ടിംഗ് ബിറ്റ് പൊസിഷൻ മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് 8 കീസ് കിട്ടണമെങ്കിൽ 1 to 128. ഇനി സെക്കൻഡ് സെറ്റ് കിട്ടണമെങ്കിൽ 25 to 24. ഇനി തേർഡ് 8 ബിറ്റ് കിട്ടണമെങ്കിൽ 50 മുതൽ 49 വരെ. ഇപ്പോൾ നമുക്ക് 24 സബ് കീസ് ജനറേറ്റ് ആയിട്ടുണ്ട്. 8 into 3 3 റൗണ്ടല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് 8 കിട്ടി, പിന്നെ സെക്കൻഡ് 8 കിട്ടി, തേർഡ് 8 കിട്ടി. നമുക്ക് 52 സബ് കീസ് വേണം. നമ്മൾ 24 വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 25 ആയിരുന്നു, നെക്സ്റ്റ് 50 ആയി. അപ്പോൾ അടുത്ത എന്തായിരിക്കണം? നോർമലി പ്ലസ് 25 അടിക്കുക. ദാറ്റ് ഈസ് 75 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 75th ബിറ്റ് മുതൽ 74th ബിറ്റ് വരെ ഇന്ന സർക്കുലർ ഫാഷൻ. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 16 ബിറ്റ് വീതം ചോപ്പ് ഔട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും 8 കൂടെ കിട്ടും. അപ്പം 24 + 8 32 സബ് കീസ് നമുക്ക് കിട്ടി. അപ്പോൾ 32 ആയിട്ടും കാര്യമില്ല, നമുക്ക് വീണ്ടും 52ലേക്ക് ബാക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ ഈ 75ൻ്റെ കൂടെ അടുത്ത 25 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ എത്തി 100ലെത്തി. സോ 100 മുതൽ 99 വരെ. അപ്പോൾ ഈ ലാസ്റ്റ് വാല്യൂ നമുക്ക് എഴുതാം. ഇവിടെ ഫസ്റ്റ് തുടങ്ങുന്ന ഏതാണോ അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വാല്യൂ വരിക. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് വാല്യൂസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പം നമ്മളുടെ നെക്സ്റ്റ് 8 സബ് കീസ് കൂടി ഇവിടെ ജനറേറ്റഡ് ആയി. അപ്പോൾ 100 മുതൽ 99 വരെ. അതിലും ഫസ്റ്റ് 16 എടുത്തു, K33 ആയി. നെക്സ്റ്റ് 16 എടുത്തു, K34 ആയി. നെക്സ്റ്റ് 16 എടുത്തു, K35 ആ ഓർഡർ പ്രൊസീഡ് ചെയ്യുക. ഇപ്പം നമുക്ക് 40 സബ് കേസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 8 വീതം 5 സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണെങ്കിൽ 1 തുടങ്ങി, സെക്കൻഡ് ആണെങ്കിൽ 25 തുടങ്ങി, തേർഡ് ആയപ്പോൾ 50 തുടങ്ങി, ഫോർത്ത് ആയപ്പോൾ 75 തുടങ്ങി, ഫിഫ്ത്ത് ആയപ്പോൾ 100 തുടങ്ങി. നെക്സ്റ്റ് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? 125. ഇവിടെ നമ്മൾ 100 ആയിരുന്നതുകൊണ്ട് 100 + 25 ദാറ്റ് ഈസ് 125 സ്റ്റാർട്ട് ചെയ്യുക, 124 സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 8 സബ് കേസ് കൂടി ഇതേ പ്രോസസ്സ് വെച്ച് കിട്ടും. അപ്പം 40 ആയിരുന്നു നേരത്തെ, പെട്ടെന്ന് കൂടി ആകുമ്പം 48 ഇനി 48 കഴിഞ്ഞാൽ നമുക്ക് എത്രയും കൂടെ ആവശ്യമുള്ളൂ? 4 സബ് കീ കൂടെ കിട്ടിയാൽ നമുക്ക് 52 സബ് കീസായി. അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് 125 മുതലുള്ള സീക്വൻസ് കഴിഞ്ഞാൽ ലാസ്റ്റ് 4 സബ് കീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 23 ആണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 23 മുതൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 22 വരെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എത്ര എണ്ണം മതി? 4 സബ് കീസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 സബ് കീസിന് ആവശ്യമുള്ള അത്രയും ബിറ്റ്സ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. സോ 23 മുതൽ ഫസ്റ്റ് 16 എടുത്തു, സെക്കൻഡ് 16 എടുത്തു, തേർഡ് 16 എടുത്തു, ഫോർത്ത് 16 എടുത്തു. അപ്പോൾ 4 സബ് കീസ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് 86 ബിറ്റ് ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത്ര ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? K52 വരെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ സബ് കീ ജനറേഷൻ്റെ പ്രോസസ്സ്. നമ്മുടെ ഒറിജിനൽ കീ നമ്മൾ എങ്ങനെയാണോ അതിനെ ഫസ്റ്റ് നമ്മൾ 16 ബിറ്റ് വീതം ചോപ്പ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് 8 കിട്ടി. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ 25th ബിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതേ പ്രോസസ്സ് ചെയ്യുക. പിന്നെ തേർഡ് സ്റ്റെപ്പ് ആകുമ്പോൾ 50th ബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ 75 സ്റ്റാർട്ട് ചെയ്യുക, ദെൻ 100 സ്റ്റാർട്ട് ചെയ്യുക, ദെൻ 125 സ്റ്റാർട്ട് ചെയ്യുക. ഇത്ര ആകുമ്പോഴത്തേക്കും നമുക്ക് 48 സബ് കീസ് കിട്ടിയിട്ടുണ്ടാവും. 6 റൗണ്ടാണ് ഇവിടെ വരെ ആകുമ്പോൾ നമ്മൾ എത്തുന്നത്. സോ 6 ഇൻറ്റു ഓരോ പ്രാവശ്യം 8 കിട്ടും. സോ 6 × 8 നമുക്ക് 48 സബ് കീസ് ഇവിടെ വരെ കിട്ടും. പിന്നെ ലാസ്റ്റ് 4 കൂടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 23rd ബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് 4 സബ് കീസിനുള്ള അത്രയും പോർഷൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ K49, K50, K51, K52 നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമ്മളുടെ സബ് കീ ജനറേഷൻ്റെ പ്രോസസ്സ്. ഇനി നമ്മൾ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്ന കീ ജനറേഷനും ഡീക്രിപ്ഷൻ്റെ സബ് കീ ജനറേഷനും ഡിഫറൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഡീക്രിപ്ഷൻ കീസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ അൽഗോരിതത്തിന് ചേഞ്ച് ഒന്നും നമ്മൾ വരുത്തുന്നില്ല. അപ്പോൾ എൻക്രിപ്ഷൻ അൽഗോരിതം തന്നെ നമുക്ക് ഡീക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡീക്രിപ്ഷൻ കീസിനെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ റൗണ്ടിൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റും ലാസ്റ്റും മൾട്ടിപ്ലിക്കേഷനും സെക്കൻഡും തേർഡും അഡീഷനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് എൻക്രിപ്ഷൻ പ്രോസസ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ഡീക്രിപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ കമ്പ്യൂട്ടേഷൻസ് തന്നെ ഈ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കാം. ഡിഫറൻസ് എന്തുമാത്രമായിരിക്കും? ഇൻവേഴ്സ് ഓഫ് എൻക്രിപ്ഷൻ സബ് കീസ് ആർ യൂസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. അപ്പോൾ അതാണ് ഓൾ റൗണ്ട്സിലെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് KA, KB, KC, KD ആയിരുന്നു. ഫസ്റ്റും ലാസ്റ്റും മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ രണ്ടിനെയും കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകൾ എടുക്കണം. ഈ കേസിൻ്റെ KAയുടെയും KDയുടെയും. അതുപോലെ KBയും KCയും നമ്മൾ അഡീഷൻ ഓപ്പറേഷനാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡിറ്റീവ് ഇൻവേഴ്സുകൾ എടുക്കണം. ദാറ്റ് ഓൾസോ മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. 17 റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 17ാമത്തെ റൗണ്ടിൽ നമ്മൾ ഉപയോഗിച്ച
കീസിൻ്റെ ഇൻവേഴ്സുകളായിരിക്കണം ഡീക്രിപ്ഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ലാസ്റ്റ് യൂസ്ഡ് എൻക്രിപ്ഷൻ സബ് കേസ്. എൻക്രിപ്ഷൻ അവസാനിക്കുന്ന എവിടെയായിരിക്കും? റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്രാ അപ് ടു റൗണ്ട് 17 അവസാനിക്കുക. അപ്പോൾ റൗണ്ട് 17 എന്ന് പറഞ്ഞാൽ ഓഡ് റൗണ്ടാണ്. അപ്പോൾ ആ ഓഡ് റൗണ്ടിൽ നമ്മൾ ഉപയോഗിച്ചതാണ് ഈ 4 എണ്ണം. അപ്പോൾ ആ 4 വാല്യൂസിൻ്റെ ഇൻവേഴ്സുകൾ ഉപയോഗിച്ച് വേണം നമ്മുടെ ഡീക്രിപ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഡീക്രിപ്ഷനിലെ ഫസ്റ്റ് സബ് കേസ് എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷനിലെ ലാസ്റ്റ് സബ് കേസിൻ്റെ ഇൻവേഴ്സുകളായിരിക്കും. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ലാസ്റ്റ് യൂസ്ഡ് എൻക്രിപ്ഷൻ സബ് കേസ് ആർ യൂസ്ഡ് ആസ് ദ ഫസ്റ്റ് സബ് കേസ് ഫോർ ഡീക്രിപ്ഷൻ. അപ്പോൾ എൻക്രിപ്ഷനിൽ ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണോ അതിൻ്റെ ഇൻവേഴ്സുകൾ വെച്ച് വേണം ഡീക്രിപ്ഷൻ്റെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞേക്കാണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റൗണ്ട് 17 ഏത് കീസ് ആയിരിക്കും ഉപയോഗിക്കാം? നമ്മൾ ഈ ലാസ്റ്റ് 4 സബ് കീസ് ആയിരിക്കും റൗണ്ട് 17 യൂസ് ചെയ്യുക. അതായത് K49, K50, K51 ആൻഡ് K52. അപ്പോൾ എൻക്രിപ്ഷൻ അവസാനിക്കുമ്പം ലാസ്റ്റ് 17th റൗണ്ടിൽ ഈ 4 സബ് കീസാണ് നമ്മൾ ഉപയോഗിക്കുക. K49 മുതൽ K52 വരെ. K49, K50, K51 അതുപോലെ K52. ഇനി നമ്മുടെ ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 17th റൗണ്ടാണ്. അപ്പോൾ അതെന്തായിരിക്കും? ഓഡ് റൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 കീസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 4 ഡീക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് സിഫർ ടെക്സ്റ്റ് ജനറേറ്റഡ് ആയി. നമ്മൾ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സിഫർ ടെക്സ്റ്റ് കിട്ടി. ഇനി ഡീക്രിപ്ഷൻ നമ്മൾ തുടങ്ങാൻ പോവുക. ഡീക്രിപ്ഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കേണ്ട എന്തായിരിക്കണം? ഈ 4 സബ് കീസിൻ്റെ, അതായത് K49, 50, 51, 52ൻ്റെ ഇൻവേഴ്സുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ നിർത്തിയത് ലാസ്റ്റ് റൗണ്ട് ഉപയോഗിച്ച എൻക്രിപ്ഷൻ കീസാണിത്. അപ്പോൾ ഡീക്രിപ്ഷൻ തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഇതായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിനെ പുറകോട്ട് പോയിട്ട് K1ലേക്ക് എത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഓഡ് റൗണ്ടിൽ നമ്മൾ ലാസ്റ്റ് ഉപയോഗിച്ച എൻക്രിപ്ഷൻ കീസ് ആയിരിക്കണം ഡീക്രിപ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ കീസായിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് എൻക്രിപ്ഷനിൽ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ച സബ് കീസിൻ്റെ ഇൻവേഴ്സുകളായിരിക്കണം ഡീക്രിപ്ഷനിൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. So the first 4 decryption keys will be inverses of the keys K49 to K52. ഇനി നമ്മളുടെ ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും, അതായത് 49, 50, 51, 52. ഇപ്പോൾ 49ഉം 52ഉം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. സോ K49 നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡീക്രിപ്ഷൻ കണ്ടുപിടിക്കുമ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് K49 mod 2⁻16+1 എടുത്താൽ നമുക്ക് ആ കീ ഉപയോഗിച്ചാൽ ഡീക്രിപ്ഷൻ ചെയ്യാം. അതുപോലെ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ലാസ്റ്റ് വൺ, അതായത് KDയുടെ കേസിലും ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ K49, 50, 51, 52 ആണ് നമ്മൾ എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ K52 എടുക്കുക, അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് mod 2⁻16+1 എടുത്താൽ നമുക്ക് ആ കീ ഉപയോഗിച്ച് അതിൻ്റെ ഡീക്രിപ്ഷൻ ചെയ്യാം. ഇനി സെക്കൻഡും തേർഡും വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തേക്കുന്ന ഓപ്പറേഷൻ അഡീഷനാണ്. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ K2 ആൻഡ് K3 എന്ന് പറഞ്ഞാൽ K50യുടെയും K51ൻ്റെയും നമ്മൾ ഫസ്റ്റ് 49 ആയിരുന്നു, പിന്നെ 50, 51, 52 ആണ് ലാസ്റ്റ് റൗണ്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 50യുടെ കേസിലും 51ൻ്റെ കേസിലും നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സുകൾ എടുക്കുക. 49ൻ്റെ കേസിലും 52ൻ്റെ കേസിലും നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകൾ എടുക്കുക. അപ്പോൾ എൻക്രിപ്ഷൻ്റെ ലാസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ച സബ് കീസിനെ തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ ഡീക്രിപ്ഷനിലെ ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിക്കാം. ഇനി ഓഡ് റൗണ്ടിൻ്റെ കേസിൽ മാത്രമേ നമുക്കിത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇനി ഈവൻ റൗണ്ടിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിച്ച അതേ കീസ് തന്നെയായിരിക്കും ഡീക്രിപ്ഷന് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഓഡ് റൗണ്ട്സിൽ മാത്രം നമ്മൾ സബ് കീസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകൾ അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സുകൾ യൂസ് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ ഓഫ് കീ ജനറേഷൻ. ഈ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഐഡിയയും DES നമുക്ക് പല രീതിയിൽ അനലോഗസ് ആണെന്ന് പറയാം. അപ്പോൾ DES ഒരു ബ്ലോക്ക് സിഫറാണ്, ഐഡിയയും ബ്ലോക്ക് സിഫറാണ്. അപ്പോൾ 64 ബിറ്റിൻ്റെ ബ്ലോക്ക് ഉപയോഗിച്ചാണ് രണ്ടുപേരും ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഡിഫറൻസ് പറഞ്ഞാൽ നമ്മൾ കീ നോക്കുകയാണെങ്കിൽ DES നമ്മൾ 64 ബിറ്റ് കീയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, പക്ഷേ ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് 128 ബിറ്റ് കീയിൽ നിന്നാണ്. പിന്നെ രണ്ടിൽ നമ്മൾ റൗണ്ട്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, റൗണ്ട്സിൻ്റെ എണ്ണം വേരി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആൻഡ് ബോത്ത് ഹാവ് എ കോംപ്ലിക്കേറ്റഡ് മാംഗ്ലർ ഫംഗ്ഷൻ ദാറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി റിവേഴ്സിബിൾ ഇൻ ഓർഡർ ഫോർ ഡീക്രിപ്ഷൻ ടു വർക്ക്. അപ്പോൾ നമ്മളോട് രണ്ട് കേസിൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഫംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആണ് നമ്മൾ ആ മാംഗ്ലർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ മാംഗ്ലർ ഫംഗ്ഷൻ ഈസ് റൺ ഇൻ ദ സെയിം ഡയറക്ഷൻ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഇൻ ബോത്ത് ഐഡിയ ആൻഡ് DES. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്താതെ തന്നെയാണ് നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്നതും ഡീക്രിപ്ഷൻ ചെയ്യുന്നതും, പക്ഷേ നമ്മളെ റിക്വയർഡ് റിസൾട്ട് നമുക്കവിടെ കിട്ടുകയും ചെയ്യും. ഇനി രണ്ടിൻ്റെയും പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഐഡൻറ്റിക്കലാണ്, പക്ഷേ കീ എക്സ്പാൻഷൻ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ DESൽ നമ്മൾ കീ എക്സ്പാൻഷൻ യൂസ് ചെയ്ത ഒരു പ്രോസസ്സ് അല്ല നമ്മൾ ഐഡിയയുടെ കേസിൽ കീ എക്സ്പാൻഷന് വേണ്ടി യൂസ് ചെയ്തത്. അതുപോലെ തന്നെ DESൻ്റെ കേസിൽ നമ്മൾ എൻക്രിപ്ഷൻ ഒരു സെറ്റ് ഉപയോഗിച്ചു, ഡീക്രിപ്ഷൻ ഇതേ സാധനങ്ങൾ തിരിച്ച് ഓർഡറിൽ ഉപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് വിത്ത് DES ദ സെയിം കീസ് ആർ യൂസ്ഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ തിരിച്ച് നേരെ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഐഡിയയുടെ കേസിലാണെങ്കിൽ നമ്മൾ നേരെ ഓർഡർ തിരിച്ച് പോവുകയല്ല ചെയ്തത്, ഓർഡർ റിവേഴ്സ് ആവുന്നുണ്ട്, അത് കറക്റ്റ് തന്നെ. പക്ഷേ അഡീഷണൽ ആയിട്ട് എന്താണ് റിലേഷൻ ഉള്ള മൾട്ടിപ്ലിക്കേറ്റീവ് യൂണിവേഴ്സുകളിൽ അഡിറ്റീവ് യൂണിവേഴ്സുകൾ കൂടി
കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഡീക്രിപ്ഷൻ ചെയ്യാൻ. സോ വിത്ത് ഐഡിയ ദ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ കീസ് ആർ റിലേറ്റഡ് ഇൻ എ മോർ കോംപ്ലെക്സ് മാനർ. DESൻ്റെ കേസിൽ ഇതേ സെറ്റ് ഓഫ് കീസ് തന്നെയാണ് അപ്പുറം ഉപയോഗിക്കുന്നത്, പക്ഷേ ഓർഡർ തിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് എൻക്രിപ്ഷൻ ഉപയോഗിച്ചെങ്കിൽ ഡീക്രിപ്ഷന് ഫസ്റ്റ് ഉപയോഗിക്കും. അത് നമ്മൾ ഐഡിയയുടെ കേസിലും അതിന് അനലോഗസ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. പക്ഷേ ലാസ്റ്റ് എൻക്രിപ്ഷൻ ഉപയോഗിച്ചെങ്കിൽ നേരെ എടുത്തിട്ടല്ല ഐഡിയയിൽ നമ്മൾ ഡീക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ഇൻവേഴ്സുകൾ എടുത്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. 2 എണ്ണത്തിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും 2 എണ്ണത്തിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും എടുത്തിട്ട് വേണം നമ്മൾ ഡീക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഐഡിയ. താങ്ക് യു.